പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാഗം ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാഗം ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ 2-ാമത് ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം എന്ന വാക്യമാണ്. ചില ആളുകളുടെ ഹൃദയാന്തർഭാഗത്തിനകത്ത് വളർച്ചകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമ്പത്തിനെക്കുറിച്ചുള്ള മോഹങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ഏത് നിലകളിലും അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുമ്പോൾ അങ്ങനെയുള്ളതായ ചില ആളുകൾ ചെയ്യുന്നതായ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ, സാധുക്കളും നിർദോഷികളും ഒക്കെയായിട്ടുള്ള ആളുകളെ അപകരിച്ചും പിടിച്ചു പറിച്ചും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, അവരുടെ വീടുകൾ ശ്രേഷ്ഠത കൊണ്ട് നിറയ്ക്കുവാൻ ഉത്സാഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ ശ്രേഷ്ഠന്മാരായ അനവധി ആളുകൾ വിവിധ മണ്ഡലങ്ങളിൽ അനീതി കൊണ്ടും തിന്മ കൊണ്ടും സമ്പത്തുകൾ നേടിയെടുത്ത് ഉന്നതരും ശ്രേഷ്ഠന്മാരുമൊക്കെയായി ജീവിച്ചു വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരെ ശാന്തമായി നിരീക്ഷിച്ച് നോക്കാമെങ്കിൽ ദൈവം മുൻപാകെ നീതിയില്ലാത്ത, ന്യായമായിട്ടല്ലാത്ത സമ്പത്തുകൊണ്ട് അവർ ശ്രേഷ്ഠന്മാരായി തീരുന്നു എങ്കിലും പിന്നത്തേതിൽ അവർ തകർന്നു പോകുന്ന, അവരുടെ തലമുറകൾ ആ നിലകളിൽ സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നാം കാണുകയും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, പ്രവാചകനെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്ന സേനാപതിയായ നയമാൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ തൻ്റെ രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ആരാമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചില നന്മകൾ പ്രവാചകന് കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ പ്രവാചകന് അത് നീതിയായി തോന്നാത്തതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് തന്നെ മടക്കി അയക്കുമ്പോൾ പ്രവാചകൻ്റെ ശിഷ്യനായിരിക്കുന്ന ഗേഹസി എന്ന് പറയുന്ന മനുഷ്യൻ അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതു വിധേനയും ആ നയമാൻ്റെ കയ്യിലിരിക്കുന്നതായ നന്മ കരസ്ഥമാക്കുവാനുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ, നയമാൻ കടന്നുപോയി ഒരല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ പിന്നാലെ കടന്നു എന്നിട്ട് ഗേഹസി നയമാനോട് കള്ളം പറഞ്ഞ് ആ നന്മ വാങ്ങിയെടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അത് വാങ്ങിയെടുത്ത് താൻ വന്ന വഴിയിൽ അത് മറച്ചു വെച്ച ശേഷം പ്രവാചകൻ്റെ അരികിൽ വന്നു. പ്രവാചകൻ ഗേഹസിയോട് നീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും കള്ളങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പ്രവാചകൻ ഗേഹസിയോട് താൻ ചെയ്തതായ തെറ്റിനെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. നിൻ്റെ വീട്ടിൽ നന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ ചിലത് അനീതിയായി കൈപ്പറ്റി നീ മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നയമാൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായ ആ കുഷ്ഠം നിൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ബോധ്യപ്പെടുത്തി ഗേഹസിയെ പറഞ്ഞയക്കുന്നതായ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക്
വർധനവിന് വേണ്ടി, നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നാം നീതിപൂർവമല്ലാത്ത നന്മകൾ കരസ്ഥമാക്കി ആ നിലകളിൽ വർധനവ് പ്രതീക്ഷിക്കാതെ ദൈവം നന്മ നൽകുമ്പോൾ ആ നന്മ ദൈവാനുഗ്രഹമായി കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയാൽ മതിയെന്നുള്ള ആഴമായ സമർപ്പണത്തിലും തീരുമാനത്തിലും മുൻപോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിന്മയുടെ മുതലുകൾ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നന്മകൾ വർദ്ധിപ്പിക്കുന്നവരായിട്ടല്ല, കൊള്ള മുതൽ ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ നീതിയോടെ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.